മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. പഴയൊരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലുണ്ട്. അതിൻ്റേതായ അർത്ഥം നോക്കിയാൽ അത്ര ശരിയല്ല എന്നുണ്ടെങ്കിലും അത് പുതിയ ജീവിത വിജയങ്ങളും പുതിയ സാമ്പത്തിക വിജയങ്ങളും നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു പഴഞ്ചൊല്ല് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഗുണകരമാകുമെന്ന് തോന്നുന്നു. പുതിയ ജീവിത വിജയങ്ങളും പുതിയ സാമ്പത്തിക വിജയങ്ങളും എന്ന് എടുത്തു പറയാൻ കാരണം ഇത്രനാളും തുടർന്നു പോകുന്നത് പോലെ അല്ലാതെ പുതിയ ഉയരങ്ങളിലേക്ക്, അത് ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാകട്ടെ, സാമ്പത്തിക മേഖലകളിലാകട്ടെ, പുതിയ ഉയരങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ അതിനായിട്ട് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ, ഒരുപക്ഷെ വ്യത്യസ്തമായ കാര്യങ്ങളെന്നല്ല, ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ വ്യത്യസ്തമായ രീതികളോ ഒരുപക്ഷെ മറ്റു ചില വ്യത്യസ്തമായ കാര്യങ്ങളോ ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഒരു പഴഞ്ചൊല്ല് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആ പഴഞ്ചൊല്ല് ഇങ്ങനെയാണ്: കോമൺ സെൻസ് ഈസ് നോട്ട് എ ഗിഫ്റ്റ്, ഇറ്റ്സ് എ പണിഷ്മെന്റ് ബിക്കോസ് യു ഹാവ് ടു ഡീൽ വിത്ത് എവരി വൺ ഹു ഡസൻറ്റ് ഹാവ് ഇറ്റ്. അതിൻ്റെ മലയാള അർത്ഥം, സാമാന്യ ബുദ്ധി എന്നതൊരു സമ്മാനമല്ല, അതായത് ഒരു ഗിഫ്റ്റ് അല്ല. സാമാന്യ ബുദ്ധി എന്നതൊരു പണിഷ്മെൻ്റ് ആണ്, അതായത് ഒരു ശിക്ഷയാണ്. കാരണം ആ സാമാന്യ ബുദ്ധി ഉള്ളവർ അതില്ലാത്തവരുമായി ഇടപെടേണ്ടി വരുന്നു. ആ ഒരു ഒറ്റ വാചകത്തിൽ അവിടെ അവസാനിക്കുകയാണ് ഒരു പഴഞ്ചൊല്ല്. അതായത് സാമാന്യ ബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, കാരണം എല്ലാവർക്കും അത്രയ്ക്ക് ചിന്താധാര ഉണ്ടാവുകയുള്ളൂ. പക്ഷേ സാമാന്യ ബുദ്ധി ഉള്ള ഒരു വ്യക്തി സാമാന്യ ബുദ്ധി ഇല്ലാത്തവർക്കൊത്ത് യാത്ര ചെയ്യേണ്ടി വന്നാൽ അത് ശരിക്കും പണിഷ്മെന്റ്, ശിക്ഷ തന്നെയായിരിക്കും. പുതിയ സാമ്പത്തിക യാത്ര തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ആദ്യ ഘട്ടങ്ങളിൽ അത് നേരിടേണ്ടി വന്നേക്കാം. കാരണം ഇത്രയും കാലം ഒരു ജോലിയിൽ ഒതുങ്ങിപ്പോകൂ, ഇത്രയുള്ള ഈ ഒരു ജീവിതം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു പോകൂ എന്നൊക്കെയുള്ള ചൊല്ലുകൾ കേട്ടാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു പോകാനുള്ള ആ കാര്യങ്ങൾ മാത്രം നടപ്പാക്കിക്കൊണ്ടേ പോയിരുന്ന ആളുകൾ ഉയരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ, അത് വ്യത്യസ്തമായ എന്ന് പോലും വേണമെന്നില്ല, ഉയരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ചുറ്റുമുള്ളവർക്ക് ദഹിച്ചോളണമെന്നില്ല. കാരണം അവർക്കത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. കോമൺ സെൻസ് ഈസ് നോട്ട് എ ഗിഫ്റ്റ്, ഇറ്റ്സ് എ പണിഷ്മെന്റ് ബിക്കോസ് യു ഹാവ് ടു ഡീൽ വിത്ത് എവരി വൺ ഹു ഡസൻറ്റ് ഹാവ് ഇറ്റ്. സാമാന്യ ബുദ്ധി ഒരു അനുഗ്രഹമല്ല, സാമാന്യ ബുദ്ധി ഒരു ശിക്ഷയാണ്. കാരണം സാമാന്യ ബുദ്ധി ഇല്ലാത്തവരുമായി ഇടപെടേണ്ടി വരുന്നു എന്നത് തന്നെ ഇവിടെയാണ് ആ പോയിന്റ് പ്രസക്തമാകുന്നത്. കാരണം മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ സമൂഹത്തിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, വീട്ടിൽ നിന്ന്, പല ഏരിയകളിൽ നിന്നും പല അപശബ്ദങ്ങൾ കേൾക്കേണ്ടി വരും. കോമൺ സെൻസ് ഇല്ലാത്ത ആളുകൾക്ക് നാം ഉദ്ദേശിക്കുന്ന ഒരു പുതിയ സാമ്പത്തിക യാത്രയിലേക്കുള്ള ആ ചുവടുവയ്പ്പുകൾ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പോലും കഴിയണമെന്നില്ല. അത് സമൂഹത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഉള്ളതുപോലും നമുക്കൊരു പക്ഷേ മാറ്റി വയ്ക്കാൻ കഴിയും, വേണ്ടെന്ന് അല്ലെങ്കിൽ അത് അവരെ ഒഴിവാക്കാൻ കഴിയും. പക്ഷേ ചിലപ്പോൾ വലിയ നെഗറ്റീവ് പറയുന്നത് വളരെ ഉത്സാഹത്തോടെ പുതിയ കാര്യങ്ങളിലേക്ക് കുതിച്ചുകൊണ്ട് ആ വീട്ടിലുള്ളവർക്ക് വേണ്ടിയും കൂടിയും വലിയ നേട്ടങ്ങൾ നേടുവാനായി പുതിയ രീതികളിലേക്ക്, അല്ലെങ്കിൽ ശരിയായ രീതികളിലേക്ക് വളരാനുള്ള കാര്യങ്ങളിലേക്ക് ഉള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ചിലപ്പോൾ പിതാവാകാം, മാതാവാകാം, മക്കളാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, സഹോദരങ്ങളാകാം, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തവരും ഉപേക്ഷിക്കാൻ പറ്റാത്തവരുമായിരിക്കും ആ കോമൺ സെൻസ് ഇല്ലാതെ നമ്മോട് പെരുമാറുന്നത്. അവർ നമ്മുടെ ഉറ്റവരാണ് എന്നുള്ളത് കൊണ്ട് കോമൺ സെൻസ് ഇല്ലായ്മ തന്നെയാണ്. അപ്പം അതിനെ ചിന്തിക്കാതെ, അതിനെ മൈൻഡ് ചെയ്യാതെ, കാരണം എല്ലാവരെയും നമുക്ക് തിരുത്താനോ മാറ്റാനോ കഴിയില്ലല്ലോ, അവനവനാണ് മാറാൻ കഴിയുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കാരണം തീർച്ചയായിട്ടും എനിക്ക് ഊഹിക്കാൻ കഴിയും അത് ഫേസ് ചെയ്യുന്ന പല ആളുകളും നമ്മോടൊപ്പമുണ്ട്, സമൂഹത്തിലുമുണ്ട്. പുതിയ മാറ്റങ്ങളിലേക്ക്, പുതിയ ജീവിത ഉയരങ്ങളിലേക്ക് ഉയരാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അന്ന് വരെ ഒരു കംഫർട്ട് സോണിൽ ജീവിച്ചവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ഉൾക്കൊണ്ട് മാറാൻ ചിലരെങ്കിലും തയ്യാറാകുമ്പോൾ ആ കൂടെ നിൽക്കുന്നവർക്ക് ആ ഒപ്പം ഒരുപക്ഷെ ചിന്തിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതിൽ നിരാശപ്പെടാതെ ആ ഒരു കടമ്പയും കൂടെ കടക്കാൻ കഴിയണം. അതിൽ നിരാശപ്പെടാതെ വേദനിക്കാതെ. ചിലർക്ക് അതൊരു കാരണമാണ്, ആ കാരണം പറഞ്ഞങ്ങ് വീണേക്കാം, ഈ കാരണം കൊണ്ടങ്ങ് വീണേക്കാം, എന്നെ കൊണ്ട് പറ്റില്ല, കാരണം ഇവരെല്ലാവരും കോമൺ സെൻസ് ഇല്ലാതെ പെരുമാറി എന്നെ പിന്നോട്ട് വിളിക്കുന്നു. അതൊന്നും കഴിവായി എടുക്കാതെ, അതൊരു യഥാർത്ഥ കാരണമാണെങ്കിൽ തന്നെ അതിനെയൊക്കെ മറികടന്ന് തന്നെയാണ് വിജയിക്കാൻ കഴിയുക. വിജയിക്കാൻ വേണ്ടി അതിനെയൊക്കെ മറികടക്കണം എന്ന് തന്നെ ശക്തമായി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇതിനെല്ലാം ചിന്ത കൊണ്ട് നേരിടുക എന്നുള്ളത് തന്നെയാണ്. ഇതിനൊന്നും എല്ലാത്തിനും ടെക്നിക്കുകളല്ല. ഇത് കേൾക്കുക, ഇത്തരം കാര്യങ്ങൾ നിത്യവും കേൾക്കുന്നത് തന്നെ നമുക്കത് മാറ്റം ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയാം. അത് ചിന്ത കൊണ്ട് തന്നെ അതിനെ മാറ്റുക, നമ്മുടെ ചിന്തയെ കഴിയുമെങ്കിൽ അവരെ സ്നേഹപൂർവ്വം മാറ്റാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ചിന്തയെ കഴിയുമെങ്കിൽ അവരെ സ്നേഹപൂർവ്വം പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കുക. മാറുന്നില്ല എങ്കിൽ നമ്മളെയാണ് മാറ്റേണ്ടത്. അവർക്ക് അത്രയേ ചിന്തിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലം അവർക്ക് ചില അനിഷ്ടങ്ങൾ ഉണ്ടായാൽ പോലും വലിയ നേട്ടങ്ങൾ നേടുമ്പോൾ അവർക്ക് കൂടെ ഗുണകരമാണ്, സാധുക്കൾക്ക് അറിയാത്തത് കൊണ്ടാണ് എന്നുള്ള കാരുണ്യ മനോഭാവത്തോടെ നമ്മൾ നമ്മുടെ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ എല്ലാ കോമൺ സെൻസ് ഇല്ലാത്ത എവിടെ നിന്നാവട്ടെ, വീട്ടിൽ നിന്നാകട്ടെ, നാട്ടിൽ നിന്നാകട്ടെ, സമൂഹത്തിൽ നിന്നാകട്ടെ, കൂട്ടുകാരിൽ നിന്നാകട്ടെ, എവിടെ നിന്നാകട്ടെ, കോമൺ സെൻസ്
സെൻസ് ഇല്ലാത്ത ആ ജൽപ്പനങ്ങളെയും അപശബ്ദങ്ങളെയും മൈൻഡ് ചെയ്യാതെ അവനവൻ്റെ വലിയ മഹത്തായ ലക്ഷ്യങ്ങളുമായി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക. അത് തന്നെയാണ് പരിഹാരം എന്ന വാക്കല്ല, അത് തന്നെയാണ് രീതി, അത് തന്നെയാണ് വേണ്ടത്. ഇതൊന്നും പ്രോബ്ലമായൊന്നും കാണണ്ട, എല്ലാം പ്രോബ്ലമായും എല്ലാം പരിഹാരമായും ഒന്നും കാണണ്ട. അത് തന്നെയാണ് രീതി, അത് തന്നെയാണ് യഥാർത്ഥ യാത്ര എന്ന് പറയുന്നത്. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ദ ഷോ മസ്റ്റ് ഗോ ഓൺ. പോയിക്കൊണ്ടേയിരിക്കുക, മറ്റൊന്നും മൈൻഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. അത് തെലുങ്കിലൊരു വാചകം മലയാളത്തിലാക്കിയതാണ്. മറ്റൊന്നും മൈൻഡ് ചെയ്യാതെ പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും. അതൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അങ്ങനെ ഇരുന്നാൽ മറ്റൊന്നും ഗവനിക്കാതെ, മറ്റൊന്നും കോമൺ സെൻസ് ഇല്ലായ്മകളൊന്നും ഗവനിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നാൽ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരാൾക്കെങ്കിലും നേടാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും. നിങ്ങളെക്കാളും പല കാര്യങ്ങളിലും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പിന്നോക്കം നിൽക്കുന്ന പല ആളുകളും ലോകത്ത് കോടീശ്വരന്മാരായവരുണ്ട്, ഇപ്പോഴും കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നവരുമുണ്ട്. സോ നിങ്ങൾക്കും കഴിയും. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. രണ്ടും കൽപ്പിച്ച് സട കുടഞ്ഞ് മറ്റൊന്നും മൈൻഡ് ചെയ്യാതെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഉഗ്ര ശപഥം ചെയ്തുകൊണ്ട് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഞാൻ എൻ്റെ ഈ മഹത്തായ സാമ്പത്തിക ലക്ഷ്യമെന്ന് നേടിയേ ഞാൻ അടങ്ങും, അതെനിക്ക് കഴിയും, അതിനുള്ള മാർഗം ഞാൻ കണ്ടെത്തും, ഒരു മാർഗം കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഉള്ള മാർഗങ്ങളിൽ തന്നെ ഞാനത് കണ്ടെത്തുകയോ നേടുകയോ ചെയ്യുമെന്ന് ഉഗ്ര ശപഥം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും. നിങ്ങൾക്ക് കഴിയും. നിങ്ങളെക്കാളും, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നിങ്ങളെക്കാളും എത്രയോ പോരായ്മകളുള്ളവർ നേടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയില്ല? നിങ്ങൾക്ക് കഴിയും. ധീരമായി മുന്നോട്ട് പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം തന്നെ നേടുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം, അണമുറിയാത്ത പണപ്രവാഹം, നിലനിൽക്കുന്ന പണപ്രവാഹം, തികയുന്ന വരുമാന പ്രവാഹം, നിങ്ങളുടെ ജീവിതത്തിൽ തികയുന്ന പണപ്രവാഹം, മതിയായ പണപ്രവാഹം, അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Have a nice day.